ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ അവരെ പറ്റി സ്മരിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. പണ്ഡിതന്മാരെയും സ്വാലിഹീങ്ങളെയും എല്ലാം സ്മരിക്കുന്നത് നല്ല കാര്യമാണ് എന്ന് നമുക്കെല്ലാം അറിയുന്നതാണ്. അതിന് ധാരാളം ആയത്തുകളും ഹദീസുകളും ഓതേണ്ട ആവശ്യമില്ല. പണ്ട് ഓതിയതായ ആയത്തുകളും ഹദീസുകളും ഒക്കെ അതിലേക്ക് വരവെച്ചാൽ മതി. തൽക്കാലം ഇ.കെ. ഹസൻ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു പണ്ഡിതനല്ല താനുമായി കൂടുതൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അയൽവാസികളാണ്. വളരെ നിലയിൽ കൂടുതൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ദുനിയാവുമായി ഒരു നിലയിലുമുള്ള ബന്ധമില്ലാത്ത ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ. അതിന് ധാരാളം തെളിവുകളുണ്ട്. തൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നീക്കിവെച്ച വലിയ ഒരു പണ്ഡിതനാണ് താൻ. ദുനിയാവിനെ പറ്റി തീരെ ശ്രദ്ധിച്ചിട്ടില്ല താൻ. ദുനിയാവിനെ പറ്റി അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യവുമില്ല. ഒരു യഥാർത്ഥ മോഹിനാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യമൊന്നുമില്ലല്ലോ ദുനിയാവിനെ പറ്റി. ഒരു ചെറിയ നിലക്കുള്ള ശ്രദ്ധ മതി. ഈ ദുനിയാവിൽ എത്ര കാലമാണ് നാം ജീവിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ശ്രദ്ധ ദുനിയാവിനെ പറ്റിയും, ആഖിറത്തിൽ എത്ര കാലമാണ് ജീവിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ചുള്ള ശ്രദ്ധ ആഖിറത്തിനെ പറ്റിയും. അതാണല്ലോ വേണ്ടത്. നമുക്കൊക്കെ മാനസികമായ വലിയ പ്രയാസങ്ങളെല്ലാം അനുഭവപ്പെടുന്നത് നാം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നിടത്ത് കുറെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ മാനസികമായ വിഷമം അയാൾക്ക് ഉണ്ടാവുകയില്ല. മാനസികമായി വിഷമിക്കേണ്ട ഒരാവശ്യമില്ല ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരവസരത്തിൽ സഹാബികളോട് ചോദിക്കുകയുണ്ടായി, കൈഫ അസ്ബഹ്തും, എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ രാവിലെ സമയത്തായപ്പോൾ ഏത് അവസ്ഥയിലാണ് നിങ്ങളുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അസ്ബഹനാ മുഅ്മിനീൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ടാണ് ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ടാണ് നേരം വെളുത്തത്, രാവിലെ സമയത്തായത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു അവരോട് ചോദിച്ചു, കൈഫ ഈമാനുക്കും, നിങ്ങളുടെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? അവർ പറഞ്ഞു, നഷ്കുറു അലൻ നഅ്മായി വനസ്ബിറു അലൽ ബലായി വനർദാ ബിൽ ഖദാഇ. ഈമാനിന്റെ അവസ്ഥ, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി ചെയ്യും, അവന്റെ പരീക്ഷണങ്ങളുടെ മേലിൽ ഞങ്ങൾ ക്ഷമിക്കും, അവന്റെ തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ ഇഷ്ടപ്പെടും. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി ചെയ്യും, അവന്റെ പരീക്ഷണങ്ങളുടെ മേലിൽ ഞങ്ങൾ ക്ഷമിക്കും, അവന്റെ തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും മുഅ്മിനൂന ഹഖൻ, നിങ്ങൾ ശരിയായ മുഅ്മിനീങ്ങളാണ്. ഈ മൂന്ന് അവസ്ഥ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അയാളെ മാനസികമായി വിഷമിപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും സാധ്യമാണോ? നഷ്കുറു അലൽ നഅമായി വനസ്ബിറു അലൽ ബലായി വനർളാ ബിൽ ഖദായി. ഈ മൂന്ന് അവസ്ഥകളാണ് ഞങ്ങൾക്കുള്ളത്. നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യും. പരീക്ഷണ വീടാണിത്. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ വരും. കാര്യമായ ആളുകൾക്ക് കാര്യമായ പരീക്ഷണങ്ങൾ വരും. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാഉ ഫൽ-അംസലു ഫൽ-അംസൽ. ഇതാണ് വനർളാ ബിൽ ഖദായി. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ, ഏത് തീരുമാനങ്ങളാണെങ്കിലും അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ വിശ്വാസം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് വിഷമുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മാനസികമായ വിഷമമുണ്ടാവില്ല. നമ്മൾക്ക് മാനസികമായ വിഷമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കുക. ഞാൻ ആ സമയത്ത് അവിടുന്ന് അങ്ങോട്ട് വരാം ഇൻഷാ അല്ലാഹ്. കുറച്ച് സമയം. മാനസികമായ വിഷമം ഉണ്ടാകുന്നത് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ ഉയർന്നവരിലേക്കും ആഖിറത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ താഴ്ന്നവരിലേക്കുമാണ് നാം നോക്കുന്നത്. ഈ ചിന്ത ഒഴിവാക്കണം. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കുക, ആഖിറത്തിന്റെ കാര്യത്തിൽ ഉയർന്നവരിലേക്ക് നോക്കുക. പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. നമ്മൾക്ക് ഒരു വലിയ ഒരു വീട് കാണുമ്പോ, ഒരാളെ വീട് കാണുമ്പോ എനിക്ക് അങ്ങനത്തെ വീടില്ലല്ലോ അല്ലേ, അങ്ങനത്തെ വീടാ വേണ്ടത്. അങ്ങോട്ട് നോക്കണ്ട, ചെറിയ വീട്ടുകാരെ കൊണ്ട് നോക്കുക. ചെറിയ വീടില്ലെങ്കിൽ വീടില്ലാത്തവരെ കൊണ്ട് നോക്കുക. പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നോട്ടം പിഴവാകുന്നത് കൊണ്ടാണ്. നമ്മളുടെ നോട്ടം പിഴവാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ താഴ്ന്നവരിലേക്ക് നോക്കുക, ആഖിറത്തിന്റെ കാര്യത്തിൽ ഉയർന്നവരിലേക്ക് നോക്കുക. അയാൾക്ക് ആഖിറത്തിന്റെ കാര്യങ്ങൾ പലതും ചെയ്യാൻ കഴിയുന്നുണ്ട്, പല പ്രവർത്തനങ്ങളും അയാൾ നടത്തുന്നുണ്ട്. നമുക്കത് കഴിയുന്നില്ല, അതിനു വേണ്ടി ശ്രമിക്കുക. ഇതാണ്. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെ? അങ്ങനെയല്ലേ? മാനസികമായ വിഷമം ഉണ്ടാവില്ലല്ലോ. നമ്മൾക്ക് മാനസികമായ വിഷമം ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. നമ്മൾക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനിവിടെ വന്നിട്ട് എത്ര കാലമായി, എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി ഞാൻ ചെയ്തത് എന്നൊന്ന് ചിന്തിക്കണം. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണവൻ? മൻ ദാന നഫ്സഹു, എപ്പോഴും തന്റെ ശരീരത്തെ വിചാരണ ചെയ്യണം. ഞാൻ ഇന്ന് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി ചെയ്തത്? ഈ ആഴ്ചയിൽ എന്താണ് ഞാൻ ചെയ്തത്? ഈ മാസത്തിൽ എന്ത് ചെയ്തു? ഈ കൊല്ലത്തിൽ എന്ത് ചെയ്തു? എനിക്ക് എത്ര വയസ്സായി? ആ വയസ്സിൽ എന്റെ ജീവിതമാകുന്ന ജീവിതം സുഖപ്പെടുത്താൻ ഞാൻ എന്താണ് ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുക. ആ നിലക്ക് ചിന്തിച്ച ഒരു ശരിയായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ. ഒരവസരത്തില് തന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് ഒരു ചെറിയ ഒരു മരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു വണ്ണം കൊണ്ട ചെറിയ മരം. ഞാൻ ചോദിച്ചു, എന്തിനാണത്? വീടുണ്ടാക്കാൻ. ഒരു വീട്, ചെറിയൊരു വീടുണ്ട്, നോക്കുന്നുണ്ട്, 2 ഭാര്യമാരുണ്ട്. വീടുണ്ടാക്കാനാണ്. അപ്പൊ ഇതുകൊണ്ട് വീടുണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ബാക്കി ഉണ്ടാവും. വീടുണ്ടാക്കിയാൽ ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വീടുണ്ടാക്കി.
ബാക്കിയൊരു ഘട്ടമുണ്ട്. എന്നോട് പറഞ്ഞു അതിന്റെ ബാക്കിയെടുക്കുക. അപ്പൊ വീട് ഒരു പ്രത്യേക വീടാണ്. മുൻഭാഗത്ത് ജനലൊന്നുമില്ല, ചെറിയതൊക്കെ ഉണ്ടാവും. ഒരു പ്രാവശ്യം തന്റെ വീട്ടിൽ കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു വീടുണ്ട്, കുറെ വലിയമാരും തങ്ങന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. എന്തോ ഒരു പരിപാടിയാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പോ എവിടുന്ന നിസ്കരിക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ സൗകര്യമൊന്നുമില്ലല്ലോ. എനിക്ക് അവിടെ പള്ളിയുണ്ട്, പോയാൽ മതിയില്ല. ഇതൊക്കെ മുസ്ലിംമാരല്ലേ, അവർക്കിപ്പോ ഇവിടുന്നൊക്കെ നിസ്കരിക്കാം. ഇവിടെ ഭൂമിയിലൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയല്ലേ. വീട് അവർക്കൊന്നും പറയാൻ പറ്റില്ല. വീടിപ്പോ വലുതാക്കുന്നതിനെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ അതാണ് ദുനിയാവിന്റെ അവസ്ഥ. അസംബലിയനോടെ നമ്മൾ കുത്തുപാടത്ത് വരാനുള്ള കാര്യത്തിനെ പറ്റി നേരത്തെ ഒന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ വിശദീകരണം ഒന്നും കൂടി ഞാൻ പറയാം. അവിടെ വരാനുള്ള കാരണം, അവിടെ പാലക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തിരുപ്പഞ്ചി പാലക്കാട്. അവിടെ ഇരുന്ന് മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഉള്ളോട്ടുള്ളൊരു സ്ഥലമാണ്. അതിപ്പോ വേണ്ട ഒരു പ്രവർത്തിക്കാനുള്ളൊരു സൗകര്യമൊന്നുമില്ല. വന്ന് കോഴിക്കോട് ഈ മൊയ്തീൻ പള്ളി അന്ന് സുന്നിയുടെ കയ്യിലാണ്. അപ്പൊ അവിടെ പോയാല് അവരോട് പറഞ്ഞാൽ ദർശനെ പറ്റിയൊക്കെ പറഞ്ഞാൽ അവരോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ദീനിയായ നിലക്ക് വേണ്ട നിലക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞു. ശമ്പളത്തിന്റെ അതൊന്നുമല്ല, ഇതിനെപ്പറ്റിയൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മൂപ്പരടുത്ത് പോയി, നിങ്ങള് ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ വന്നപ്പോ പറഞ്ഞു വന്നിരുന്നു, പുത്തൂപ്പാടത്തുനിന്ന് ഒരാൾ വന്നിരുന്നു. അപ്പൊ അവിടുത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കുത്തുടിയൊക്കെ ഓടുമ്പോ ഒരു ഒന്ന് പരിഭാഷപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ ചിലതൊക്കെ പറഞ്ഞ് എന്നെ അടുത്ത് കുറെ പുളിക്കല്, അവിടുത്തെ ഒരു പുളിയൊക്കെ അങ്ങനെ അങ്ങോട്ട് വരാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആ പുലികളൊന്നും ഇങ്ങോട്ട് വരാതെ വേണ്ട നിലക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരാള് വേണമെന്നാണ് അവിടെ വന്ന് പറഞ്ഞത് നോക്കണം. അവിടുത്തെ ഒരാള്, ആളെ പേര് നേരത്തെ അവിടെ പറഞ്ഞിരുന്നു, രാജിയാക്കാന്ന് പറയുന്നത്. അപ്പൊ അവരോട് ഒന്ന് ചോദിച്ചു, ഇനി അവര് വന്നാൽ അവരോട് ഉപ്പാന്റെ അടുത്ത് പോകാൻ പറയണം. മൂപ്പന്റെ വാപ്പുണ്ട്, വാപ്പന്റെ അടുത്ത് പോകാൻ പറയണം. എന്നിട്ട് അവിടുത്തെ സ്ഥിതിയൊക്കെ പറയണം. അങ്ങനെ ചെന്നപ്പോ വാപ്പന്റെ അടുത്ത് പോയി. അപ്പൊ അവിടുത്തെ പുത്തൂപ്പാടത്തെ അങ്ങനത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു, അവിടെ അബൂബക്കർ വേണ്ട, അബൂബക്കർ വേണ്ട, ഉമർ അതും വേണ്ട, ഉസ്മാനും വേണ്ട, അലിയും വേണ്ട. അവിടെ നിങ്ങൾക്ക് അർശനാണ് നല്ലത്. ആരാ നല്ലത്? അർശനാണ് നല്ലത്. അങ്ങനെ ഏതോ ഒരു ദിവസമൊക്കെ പറഞ്ഞ് ദർശ തുടങ്ങാനൊക്കെ പറ്റുന്ന ഒരു വ്യാഴാഴ്ചയല്ല, വെള്ളിയാഴ്ച ആയിക്കോട്ടെ, വെള്ളിയാഴ്ച വരാം. അവിടെ അങ്ങനെ ഒരു മലയാളത്തിലൊക്കെ ഒരു പരിഭാഷപ്പെടുത്തലൊക്കെ ഉണ്ട്. അങ്ങനെ ജുമാന്റെ മുമ്പ് വന്നിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ വന്നപ്പോ അവിടെ അങ്ങനെ ഒരു മലയാളത്തിലൊക്കെ ആക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ബസ് വലിയ ചോദിച്ചു, ഇവിടൊക്കെ ആരാപ്പടെ സാധാരണ ഒക്കെ ഈ ഒന്ന നിലക്കൊക്കെ ആണല്ലേ അറബിയിൽ തന്നെയാണ് ഓതും. പിന്നെ ഒരു പരിഭാഷ കണ്ടുന്നുണ്ട്. എന്നാൽ അതിന്റെ അയാളൊക്കെ വിളിക്കും. അങ്ങനെ പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാലോ. ആ പരിഭാഷപ്പെടുത്തുന്ന അയാളൊക്കെ വിളിക്കും. അത് പറ്റുകയാണെങ്കിൽ നമുക്കും താക്കാലോ, പരിഭാഷപ്പെടുത്താം. പറ്റില്ലെങ്കിൽ പിന്നെ എന്താവണം, നിർത്തണം. മലയാളോടെ പള്ളിന്റെ മുകളുണ്ട്. അയാളെ വിളിച്ചപ്പോ വന്നില്ല.
അയാളെ വിളിച്ചു നോക്കി, വിളിച്ചപ്പോൾ വന്നില്ല. കാരണം വന്നാലും ഒരു നടയിട്ട് പോകില്ല എന്നുള്ളത് ആർക്കും അറിയാം. പിന്നെ അയാൾ പിന്നെ അവിടെ ജുമാക്ക് കൂടി വന്നില്ല. പിന്നെ അന്ന് അസംബലിയരാണ് ഇപ്പം എന്താക്കിയത്. ഒരു മലയാളമൊന്നുമില്ല, അങ്ങനെ പരിപാടിയാക്കിയത്. അങ്ങനെ ഒപ്പര അവിടെ എന്താക്കിയിട്ടുണ്ട്, പത്താക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ആ പുലിയൊന്നും ബാധിക്കുന്നില്ല. കുറെ അവിടുത്തെ എല്ലാം കുറെ പോയി. അപ്പൊ അതാണ് ദുനിയാവിന്റെ കാര്യത്തിൽ ദുനിയാവായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമൊന്നും ഇല്ല. ഞാനൊരു അവസരത്തില് തന്നോട് കൂടെ അവിടെ പട്ടിക്കാട് എന്തോ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായില്ല. അപ്പൊ അതിന് പോയി എന്നോട് ചോദിച്ചു, നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചു. നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചു. പോവാന്ന്. അപ്പൊ അങ്ങനെ പോകുമ്പോ ഒരു ഷർട്ടുണ്ട്, ഒരു കുപ്പായം. ആ കുപ്പായത്തിന്റെ ഒരു കീശൊക്കെ ഒന്ന് ലേശം. അപ്പൊ ആ ടൈലറോട് പോയി ചോദിച്ചു, അപ്പൊ അതൊന്ന് ശരിയാക്കി തന്നതാണ്. അപ്പൊ അതിന് പറ്റുന്ന ശീലമില്ല, കളറ് ലേശം മാറിപ്പോകുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല, കളറ് മാറിയതിന് കുഴപ്പമൊന്നുമില്ല. കാരണം പണ്ടൊക്കെ അവരൊക്കെ ഇത്ര കഷ്ണങ്ങളൊക്കെ വെച്ചിരുന്നൊക്കെ ഉണ്ടല്ലോ. കഷ്ണം എന്താ ഒരു കഷ്ണം നമുക്ക് വെച്ചാലെന്താ? ഇയാളെ പട്ടിക്കാട് പോയപ്പോ ചില വലിയന്മാരോടൊക്കെ ചോദിക്കുന്നത്, എന്താ ഇപ്പൊ ഇങ്ങനെയെല്ലാം കൂടി ചോദിച്ചു. ഇങ്ങനെയെല്ലാം കൂടി എന്താ ഇതിപ്പോ കുഴപ്പമുള്ള എന്താ? കാസർഗോഡ് കാദിസ്ഥാനം കണ്ടിരുന്നല്ലോ. കാസർഗോഡ് വലിയൊരു വലിയ കുറെ മുതലാളിമാരും മറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ മൂപ്പര് വണ്ടി ഇറങ്ങിയിട്ട് ഈ റിക്ഷയിൽ വന്നു. ആ നാട്ടുകാർക്കൊക്കെ വലിയ കുറവായി പോയി. റിക്ഷയിൽ ഇവിടുത്തെ കാവേരി റിക്ഷയിൽ വരിക എന്നുള്ളത് കുറവായി പോയി. ഞങ്ങൾ എന്താക്കാൻ ഒരു കാറ് ആക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെ കാറിൽ തന്നെ പോകാം. അപ്പൊ അങ്ങനെ ഒരു ഓനെ പറഞ്ഞപ്പോ എന്നാ പിന്നെ മൂപ്പരൻ്റെ ഒരു കാറ് വാങ്ങിയാന്ന്, ഒരു അംബാസഡർ കാറ് ഒക്കെ ഉണ്ടല്ലോ, കാറ് വാങ്ങി. ദുനിയാവായിട്ടുള്ള തന്റെ അവസ്ഥകൾ അതാണ്. പിന്നെ മൂപ്പർക്ക് കാര്യമായിട്ടുള്ള വെറുപ്പ് അതിനോടാണ്. സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ പ്രവർത്തിക്കുന്ന അവരോട് ഭയങ്കര ദേഷ്യമാണ്. ഇതിന് മൂപ്പരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആണെന്ന് പോകുന്നവര് എന്തെങ്കിലും ഒരു കാർഡൊക്കെ കിട്ടിയാൽ മതി, അവർക്ക് നമ്മൾ എത്തിക്കൊടുത്തു. ഏത് ബസ്സിനും പോകും. ബസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ കിട്ടുന്നതെങ്കിൽ അതിനൊക്കെ പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, പ്രത്യേക അവസ്ഥയാണ്. വലിയവര് പല നമ്പറിലും ഉണ്ടാവുമല്ലോ. ജനങ്ങളുടെ അവസ്ഥകൾ ഏതാണ് പല നിലക്കാണ്. അത് മുൻകഴിഞ്ഞ ആളുകളിലുണ്ട്, ചിലരുണ്ട്. ചിലര് ബാഹ്യമായ നിലക്ക് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഉണ്ടാവും, വലിയ പ്രൗഢിയൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ഉള്ളിലൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. മറ്റൊരവസ്ഥയാണ്. ഇപ്പോ മാലിക് ഇമാമിന്റെ പറ്റിയൊക്കെ നോക്കുമ്പോ ഏതാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരും നമ്മളായിട്ട് കുറച്ച് ബന്ധമുള്ള ആളാണ്. കുറച്ച് ലേശം അവിടെ നല്ല നിൽക്കുന്ന രീതിയിലുള്ള ജീവിതമാണ്. പക്ഷെ അതൊക്കെ ഈ ബാഹ്യമായ നിലക്കേ ഉള്ളൂ. പിന്നെ ചില കാലത്ത് ചില സമയത്തൊക്കെ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അത് നല്ലതാണ്, അങ്ങനെയാണ്. കാരണം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ല എന്നുള്ള നിലക്ക് അത് കാണിച്ചു കൊടുക്കാൻ ഇതിനു വേണ്ടിയിട്ടുണ്ടാവും. ഏതായിരുന്നാലും ഈ കെ ഹസൻ മുസ്ലിയാർ സാധാരണ ഒരു വലിയതല്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് വലിയ പ്രവർത്തനങ്ങളാണ് താൻ നടത്തിയത്. പേടിയില്ല, ആരും പേടിയില്ല.
കാരണം പേടി ഉണ്ടാവില്ലല്ലോ. പേടില്ലാത്ത രണ്ട് വിഭാഗമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഔലിയാക്കൾ. ഔലിയാക്കന്മാർക്ക് പേടി ഉണ്ടാവില്ല, അത് ഞാൻ ആയത്തോത്തില്ലോ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാന്ന് വലിയ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി വലിയ വളർത്തെല്ലാം കൂടി കുപ്പായ കലെല്ലാം കൂടി ഇടുന്നിട്ടൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും അടക്കുന്ന മനുഷ്യന്മാരെന്നാണ്. ഔലിയാക്കൾക്ക് പേടി ഉണ്ടാവില്ല, ഭ്രാന്തന്മാർക്കും പേടി ഉണ്ടാവില്ല. ഭ്രാന്തന്മാർക്കും പേടി ഉണ്ടാവില്ല. ഔലിയാവിനും വരുന്നുണ്ടാവില്ല. ഔലിയാവെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ, അവർക്കെന്ത് പേടിയാണ്? അപ്പോ ഹസൻ മുസ്ലിയാരും അവര് വലിയ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. അല്ലാഹു തആല അവരുടെ ആ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അല്ലാഹു തആല താൻ കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ നയിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ചുരുക്കം, ഈ ദുനിയാവിന്റെ കാര്യത്തിലൊന്നും അങ്ങനെ വല്ലാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആർക്കും വിഷമിക്കണ്ട, ആർക്കും ഇത് വേണ്ട, ഒരു പ്രയാസം വേണ്ട. അല്ലാഹു തആല ആ നിലയിലുള്ള ഒരു പ്രത്യേക ജീവിതം ജീവിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. താൻ കാണിച്ചു തന്ന ആ മഹത്തായ ആ ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. അല്ലാഹു തആല നിങ്ങളുടെ ഈ ദീനിയായ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മള് ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതാണ്? ഇൽമുമായി ബന്ധപ്പെടുക. ഇതിനേക്കാളും ശ്രേഷ്ഠമായ അമല് മറ്റൊന്നുമില്ല. ഇൽമുമായി ഏതെങ്കിലും നിലക്ക് ബന്ധമാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസൻ. നാലാലൊരു നമ്പറിൽ പഠനം ഇൽമുമായിട്ടുള്ള ബന്ധം. കുൻ ആലിമൻ, ഒന്നുകിൽ നീ ഒരു പണ്ഡിതനാവണം, ഇൽമുള്ളവനാവണം, ഇൽമു. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ പഠിക്കുന്നവനാണ്, മുതഅല്ലിമാവും. ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രമിക്കുന്നവനാവുക. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ അവരോടും അവരുടെ ആ പ്രസ്ഥാനത്തോടും സ്നേഹമുള്ളവനാവുക. വലാ തകുൻ ഖാമിസൻ, അഞ്ചാമത്തെ ഒരു വകുപ്പിൽ പെട്ടുപോകരുത്. അത് നല്ല നാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇൽമുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബന്ധം നമുക്കുണ്ടാവണം. ലോകത്ത് കൂടുതലും ജാഹിലീങ്ങളാണ്. ഖുർആനിൽ ആ കാര്യം പറയുന്നുണ്ട്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. സൂറത്തുൽ റൂമിന്റെ തുടക്കത്തിൽ കാണാം, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അധിക ആളുകളും അറിവില്ലാത്തവരാണ്. ലാ യഅലമൂന എന്ന് പറഞ്ഞെടുത്ത് യഅലമൂനന്റെ മഫ്ഊൽ പറഞ്ഞിട്ടില്ല അവിടെ. അറിവില്ലാത്തവരാണ്, അതിൽ ജാഹിലീങ്ങളാണ് കൂടുതലും. അറിയേണ്ടുന്ന കാര്യം അറിയാത്തവരാണ്. എന്താണ് അറിയേണ്ട കാര്യം? നല്ല റാഹത്തോടുകൂടെ സുഖമായിട്ട് കാലാകാലം ജീവിക്കുവാനുള്ള മാർഗം തയ്യാറാക്കുക, അതാണ് അറിയേണ്ടത്. വേറെ പ്രത്യേകിച്ച് വല്ലതോ ഈ ദുനിയാവിന്റെ കാര്യം അത്ര കൂടുതൽ അറിയാവുന്നില്ലല്ലോ. കാരണം ഇപ്പൊ അവിടെ എത്രയും താമസിക്കേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ. ദുനിയാവ് വേണ്ടെന്നല്ല,
ജോലിയൊന്നും വേണ്ട, അതൊന്നുമല്ല പറയുന്നത്, ഒക്കെ വേണം. എന്നാലും ആ ദുനിയാവിലേക്ക് ദുനിയാവിൻ്റെതായ ഒരു സ്ഥാനം നൽകുക, ആഖിറത്തിന് ആഖിറത്തിൻ്റെതായ സ്ഥാനം നൽകുക. നല്ല റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള മാർഗം ഈ ലോകത്ത്, നല്ല റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള മാർഗം എന്താണ്? നല്ല റാഹത്തോടുകൂടെ ജീവിക്കാൻ لسلامة الدنيا خصال أربع غفور لجهل القوم منعك تجهلا وتكون من سيب الأناسي عائسا ولسيب نفسك للأناسي باذلا. ദുനിയാവ് നല്ല സുഖത്തോടുകൂടെ, ഒരു വിഷമമൊന്നും ഉണ്ടാവില്ല. ഈ 4 കാര്യം ഉണ്ടായാൽ പിന്നെ വിഷമമുണ്ടോ? ഈ സലാമത്തി ദുനിയ ഖിസാലുൻ അർബഅ. ദുനിയാവിൽ രക്ഷ കിട്ടാൻ, സുഖം കിട്ടാൻ, വിഷമമില്ലാതിരിക്കാൻ ഗഫൂറുൽ ലിജഹലിൽ ഖൗമി, ലോകത്ത് കൂടുതലും ജാഹിലികളാണ്. അറിയേണ്ട കാര്യം അറിയാത്തവരാണ്. അറിയേണ്ട കാര്യം അറിയാതിരിക്കുമ്പോൾ അവർക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, എന്താ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയില്ല. ജാഹിലിയങ്ങൾക്ക് പുറത്തു കൊടുക്കും. അവൻ ജാഹിലാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ. നീ ജാഹിലാവാതിരിക്കുക, നിന്റെ പക്കൽ നിന്ന് ജഹാലത്ത് ഇല്ലാതിരിക്കുക. ജാഹിലിയങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിനനുസരിച്ചുള്ള പ്രവർത്തനം തന്റെ പക്കൽ നിന്നുണ്ടാവരുത്. ഇതാണല്ലോ ഖുർആനിൽ എന്താ പറഞ്ഞത്. ഇവിടെ ലോകത്ത് 2 മനുഷ്യന്മാരാണുള്ളത് ആകെ, അബ്ദുറഹ്മാൻ, അബ്ദുൽ ഷൈത്താൻ. അബ്ദുറഹ്മാനിന്റെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അബ്ദുറഹ്മാനിന്റെ ലക്ഷണം എന്താ? വളരെ താഴ്ന്നവരോട്, ഞാനാണ് ഏറ്റവും താഴ്ന്നവൻ എന്ന് കരുതുക. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ മുതലാളിയാണെങ്കിലും, എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എന്താണ് അവൻ കരുതേണ്ടത്? ഞാനാണ് ഏറ്റവും താഴ്ന്നവൻ, മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ ഉയർന്നവരാണ്. ആരാണെങ്കിലും, കാഫറാണെങ്കിലും ഉണ്ട്. മുസ്ലിമായിക്കൂടെ. ജാഹിലിയങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവന് സംസാരിക്കാൻ അറിയില്ല, സാരില്ല നമുക്ക് ഖാലൂ സലാമ പറഞ്ഞാൽ എന്താ? എന്നോട് സംസാരിക്കാൻ ഞാനില്ല എന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അവൻ സംസാരിച്ചതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവന്റെ പല്ലൊന്നും ഉണ്ടാവില്ല, വെടി കിട്ടുന്ന സംസാരിക്കും. ഖാലൂ സലാമ. പുറത്തു കൊടുക്കുക, സാരില്ല എന്ന് പറയാം. പിന്നെ മറ്റൊന്ന് ജനങ്ങളുടെ വക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാവരുത്. ജനങ്ങളുടെ വക്കൽ നിന്ന് വല്ലതും കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടാവരുത്. ഒരു സൈബി നഫ്സിക്കലിൽ അനാസീബാദില, എന്തെങ്കിലും കൊടുക്കണം എന്ന് മനസ്സിലുണ്ടാവും. മനുഷ്യന്മാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടാവും, മനുഷ്യന്മാരൊക്കെ എന്തെങ്കിലും കിട്ടണമെന്ന് മനസ്സിലില്ലാതിരിക്കാൻ. ഈ 4 കാര്യം ഒരാളിലുണ്ടായാൽ നല്ല റാഹത്തോടുകൂടെ സുഖമായിട്ടൂടെ ജീവിക്കാം. നിങ്ങൾ വേണ്ട നിലക്ക് ആഴത്തിലേക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. കാരണം ആരെങ്കിലും പറഞ്ഞതല്ലല്ലോ. ആണല്ലേ? അല്ലാഹു തആല നല്ല റാഹത്തോടുകൂടെ നല്ല സുഖമായിട്ട് ജീവിക്കാൻ നല്ല റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള മാർഗമാണ്.
സമയലൊക്കെ മനസ്സിലാക്കി തന്നത് തന്നെയാണ്. സമയലരെ ഏതല്ലേ ആണ്ടല്ലേ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആൾക്കാർ നന്നാക്കി തരട്ടെ. പരിശുദ്ധ റമദാനൊക്കെയാണ് കഴിഞ്ഞത്. ആ കഴിഞ്ഞ പരിശുദ്ധ റമദാനിൽ വന്ന വീഴ്ചകളൊക്കെ ആൾക്കാരെ പരിഹരിച്ചു തരട്ടെ. ഇനിയുള്ള സമയങ്ങളൊക്കെ ആ പരിശുദ്ധ റമദാനിൽ നാം നേടിയെടുത്ത അതൊക്കെ ആ നിലക്ക് വേണ്ട നിലക്ക് സൂക്ഷിച്ചു വരാനുള്ള സമയരും അതുപോലെയുള്ള മറ്റു വൈദ്യന്മാരൊക്കെ നല്ല ആളുകളൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ചുരുക്കം ഇൽമുമായുള്ള ഒരു ബന്ധം വേണം നമുക്കൊക്കെ. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെ യമനിലേക്ക് അയച്ചു. ആരെയാണ് യമനിലേക്ക് അയച്ചു? ആ യമനിലേക്ക് അയച്ചപ്പോ, യമനിലേക്ക് പോകാൻ പറഞ്ഞപ്പോ തന്റെ ഉമ്മാക്കൊക്കെ വലിയ വിഷമം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ മദീനത്ത് ജീവിക്കുമ്പോൾ നബിയോടുകൂടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് മറ്റുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ അങ്ങനെ ഒരു വിഷമം ഉണ്ടായപ്പോ പറഞ്ഞു കൊടുത്തത് എന്നാണ്. നീ കാരണം ഏതെങ്കിലും ഒരുത്തൻ നന്നാവുക എന്നത് ഖൈറുല്ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ആ ദുനിയാവിനുള്ള മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ് എന്ന് പറഞ്ഞു. പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ഈ പരിപാടി ഒരു നല്ല പരിപാടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇൽമുമായുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ്? ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബികൾക്കൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി അടുത്ത സമയത്ത് മരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. അടുത്ത സമയത്ത് മരിക്കുന്നു പറഞ്ഞപ്പോ ആ സാഹചര്യം അങ്ങനത്തെ പേടിയൊന്നുമില്ല. കാരണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടെയാണ് അവരുള്ളത്. അപ്പൊ ആ സഹാബി ചോദിച്ചു, അതിന്റെ ഇടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്റെ അടുക്ക് പുറത്ത് മരിക്കല്ലോ. ഇൽമുമായിട്ട് ബന്ധപ്പെടണം. ഇൽമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂപ്പർക്ക് ഒരു കാവ്യരാവാനോ മുദരീസാവാനോ അതിന് സമയമുണ്ടോ? ഇല്ല. അപ്പൊ അതിനേക്കാളും ശ്രേഷ്ഠമായ വല്ല കാര്യവും ഉണ്ടെങ്കിൽ അതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ഇൽമുമായിട്ടുള്ളൊരു ബന്ധമാണ്. ഈ നാലായൊരു ബന്ധമാണ്. ഇതില് ആലിമാവ്, അല്ലെങ്കിൽ മുത്തഅല്ലിമാവ്, അല്ലെങ്കിൽ മുസ്തമിഅ്, അവർ പറയുന്നത് ശ്രദ്ധിക്കുന്ന ആളാണ്. ഔ മുഹിബ്ബൻ. ഇതിലൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏതെങ്കിലും വേണം. ഞാൻ നേരത്തെ ഇങ്ങനെ നമ്മള് വണ്ടിയിൽ ഇങ്ങനെ പോരുമ്പോ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാളോട് ചോദിച്ചു, എന്താ പോണ ജോലി എന്താന്ന് ചോദിച്ചു. മുപ്പരോട് വണ്ടി ഇങ്ങനെ ഇങ്ങോട്ടാക്കി തന്ന അയാളോട് ചോദിച്ചു, എന്താ ജോലിന്ന് ചോദിച്ചു. ജോലിയൊന്നുമില്ല, എങ്ങനെ ഏതിന്റെ മൊഹിപ്പിന്റെ ജോലിയാണ്. ഏത് ജോലിയാണ്? നല്ല ജോലിയാണ്. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമല്ല, മൊഹിപ്പ് ജോലിയാണ്. അങ്ങനത്തെ ജോലി എന്തെങ്കിലും വേണം. അതല്ലാതെ എപ്പോഴും എങ്ങനെ ഏതാക്കുക. നമ്മളെ പ്രവർത്തനങ്ങളിലൊക്കെ ഇന്നിപ്പോ വിഷമം ഉള്ളത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ അധിക കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ വിഷമിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയല്ല, വേറെ ആർക്കോ വേണ്ടിയിട്ടാണ്. അല്ലേ?
നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടാവണം, മറ്റൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട. കമ്മിൻ അമലിൻ യതസവ്വറു ബിസൂറത്തി അമലി ദുനിയ വയസീറു ബിഹുസ്നി നിയ്യത്തി മിൻ അഅമാലിൽ ആഖിറ വകമ്മിൻ അമലിൻ യതസവ്വറു ബിസൂറത്തി അമലിൽ ആഖിറത്തി വയസീറു ബിസൂഇ നിയ്യത്തി മിൻ അഅമാലി ദുനിയ. ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നും അതൊക്കെ ദുനിയാവിന്റെ പ്രവൃത്തിയാണ്, പക്ഷെ നിയ്യത്ത് നന്നായാൽ അത് ആഖിറത്തിന്റെ പ്രവൃത്തിയാക്കി മാറ്റാം. വേറെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നും ആഖിറത്തിന്റെ പ്രവൃത്തിയാണെന്ന്, പക്ഷെ നിയ്യത്ത് ദുഷിച്ചാൽ അത് ഏതായിത്തീരും? ദുനിയാവിന്റെ പ്രവൃത്തി. ഒരു നിസ്കരിക്കുന്നുണ്ട്, എന്തിനൊക്കെ നിസ്കരിച്ചത്? ഒരു സാധാരണ അങ്ങനെ നിസ്കരിക്കലൊന്നുമില്ല. ഒരു നിസ്കാരം എന്താ വേറെ ആരോ ഒന്ന് വരുന്നുണ്ട്, അപ്പോ അയാള് കാണാനാണ്. നമ്മളെ അധിക പ്രവർത്തനങ്ങളും ഇപ്പൊ ഞമ്മക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളത് എന്നല്ല, നമ്മളെല്ലാരും അയാളെന്താ കരുതുക, അയാളെന്ത് കരുതാനാ? അയാള് കരുതാനല്ലാതെ നമ്മളത് ഈമാനും അറിഞ്ഞില്ലായൂന്നു തക്കാമുലൻ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ എന്ത് വേണം? അവനെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരൊക്കെ അവന്റെ ദൃഷ്ടിയിൽ മനുഷ്യന്മാരാണെന്ന് തന്നെ ഉണ്ടാവരുത്, വേറെന്തോ ജീവികളാണ്. അവിടെ ഇതുണ്ടാവോ? അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഖ്ലാസോടുകൂടെയുള്ള പ്രവർത്തനമാവട്ടെ. ഏത് കാര്യമാണെങ്കിലും ഏത് ജോലികളാണെങ്കിലും ഇഖ്ലാസോടുകൂടെ ചെയ്യുക, നമുക്ക് വേണ്ടി ചെയ്യുക, വേറെ ആർക്കോ വേണ്ടിയിട്ട് ചെയ്യരുത്. ചെയ്താലേ അയാളോട് അതിന്റെ കൂലി വാങ്ങാൻ പറയും. അല്ലാഹു തആല ആ നിലക്കുള്ള ഒരു നല്ല നിലയിലുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഹസൻ മുസ്ലിയാരും അതുപോലെയുള്ള നല്ല നല്ല വൈദ്യന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ ജീവിക്കുവാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. പല കാര്യങ്ങളെ പറ്റിയും പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർ ആരാണെന്നും എന്തൊക്കെയാണ് പറഞ്ഞത് എന്നും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു തആല അവരുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു തആല സുഖപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണം. ഉഖറവിയായ ജീവിതത്തിന് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കട്ടെ. വാക്കുകളിലും പ്രവൃത്തികളിലും ഇഖ്ലാസ് നൽകട്ടെ. നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല ജന്നാത്തുൻ നഈമിൽ സജ്ജനങ്ങളോടൊപ്പം പ്രവേശിപ്പിച്ചു തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.